സ്റ്റുഡൻസ് എജുപ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ SSLC ചാപ്റ്റർ 14 ആണ് എടുക്കുന്നത്. ഉൾനാട്ടിലെ ഒരു ഉത്സവം എന്നാണ് ഇതിൻ്റെ ചാപ്റ്ററിൻ്റെ നെയിം വരുന്നത്. SK പൊറ്റക്കാടാണ് ഈ ഒരു യാത്രാ വിവരണക്കുറിപ്പ് എഴുതിയിട്ടുള്ളത് കേട്ടോ. ശ്രദ്ധിക്കരുത്, കഥയോ കവിതയോ ഒന്നുമല്ല, യാത്രാ വിവരണമാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, അധ്യാപകൻ, സാഹിത്യകാരൻ, സഞ്ചാരി എന്നീ നിലകളിൽ പ്രസിദ്ധനായിട്ടുള്ള SK പൊറ്റക്കാടിനെ കുറിച്ചിട്ട് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു യാത്രാ വിവരണക്കുറിപ്പാണ് ഇത് വരുന്നത്. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ബാലി ദ്വീപിലേക്കൊരു യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ബാലി ദ്വീപിനെ കുറിച്ച് അവിടുത്തെ ബാവ്റ്റൂയൂങ് ഗ്രാമത്തിലെ പുരമ്പഗച്ചി ക്ഷേത്രത്തിലേക്കുള്ള യാത്ര അല്ലെങ്കിൽ അവിടെയുള്ള കാഴ്ചകളൊക്കെയാണ് SK പൊറ്റക്കാട് ഈ ഒരു ഉൾനാട്ടിലെ ഒരു ഉത്സവം എന്ന യാത്രാ വിവരണക്കുറിപ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു ബാലിദ്വീപിലെ അനുഭവങ്ങൾ കേരളത്തിലെ ഭൂപ്രകൃതിയുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരവുമായിട്ട് കോർത്തിണക്കിക്കൊണ്ടിട്ടാണ് ഈ ഒരു രചന നടത്തിയിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ ഒരു യാത്രാ വിവരണക്കുറിപ്പ് എന്താണെന്ന് നോക്കാം. ക്ഷേത്രങ്ങൾ കണ്ട് പുരിയിലേക്ക് മടങ്ങുമ്പോൾ ചെക്കോർദെ പറഞ്ഞു, ഇന്നു രാത്രി ഞാൻ പുരിയിലുണ്ടാവുകയില്ല. വൈകുന്നേരം ബാഞ്ചാർ ബാൻടുയൂങ്ങിയിലേക്ക് പോവുകയാണ്. അവിടെ എൻ്റെ പൂർവികരുടെ വക ഒരു അമ്പലത്തിൽ ഉത്സവമാണെന്ന്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉത്സവം കാണാൻ എൻ്റെ കൂടെ വരാം. ഇഷ്ടമാണെന്നോ? അങ്ങനെ ഒരു അവസരം ലഭിക്കാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ നിങ്ങൾ നല്ലപോലെ ആലോചിച്ചിട്ട് തീരുമാനിച്ചാൽ മതി. ചെക്കോർദെ എന്നെ മൃദുലമായി താക്കീതു ചെയ്തു. 4 മൈൽ നടക്കണം. അവിടെ എത്താൻ പൊതുനിരത്തുകളൊന്നുമില്ല. എന്താ, ഒരുക്കമാണോ? 4 അല്ല 10 മൈൽ നടക്കാം ഞാൻ ഒരുക്കമായിരുന്നു, ബാലിയിലെ നാട്ടുമ്പുറങ്ങൾ കാണാൻ. അങ്ങനെ 5 മണിക്ക് ഞങ്ങൾ പുരിയിൽ നിന്ന് പുറപ്പെട്ടു. ചെക്കോർദയുടെ പുത്രി ശ്രീയാത്തൂണും ചെക്കോർദയുടെ അനുജന്റെ മകൻ അങ്കുക്മാസും ഒരു വേലക്കാരനും ഞങ്ങളുടെ കൂടെ ബാഞ്ചാർ ബാൻടുയൂങ്ങിലേക്ക് വരാൻ ഒരുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് ഭാഗത്ത് എന്താണ് പറയുന്നത്? അതായത് ചെക്കോർദെ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ബാലിയിൽ നിന്ന് പരിചയപ്പെട്ട ഒരു സുഹൃത്താണ്. ആരുടെ? നമ്മുടെ ഈ ഒരു SKയുടെ. അപ്പം ചെക്കോർദെ പറയാണ്, ഞാനിപ്പം ഇനി ഈ ഒരു പുരിയിൽ ഉണ്ടാവുന്നില്ല, ഞാൻ ബാഞ്ചാർ ബാൻടുയൂങ്ങിലേക്ക് വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണെന്ന് അല്ലേ, അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലേക്ക്. അവിടെ അവരുടേതായിട്ടുള്ള ഒരു അമ്പലമുണ്ട്, അവിടെ ഉത്സവമാണ്. അപ്പം SKയോട് ചോദിക്കാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ കൂടെ ഈ ഒരു ഉത്സവം കാണാൻ വരാമെന്ന്. അപ്പം യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട നമ്മുടെ SK എന്താ പറയുന്നത്? ഞാൻ ഈ ഒരു അവസരത്തിനായിട്ട് കാത്തിരിക്കുകയാണ്, തീർച്ചയായും ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി ഈ ഒരു ബാൻടുയൂങ്ങിലേക്ക് ചെക്കോർദയുടെ കൂടെ നമ്മുടെ SK പോകുന്നുണ്ട്. കൂടാതെ ആരൊക്കെയാണ് പുറപ്പെടുന്നത്? ചെക്കോർദയുടെ മകൾ വരുന്നുണ്ട്, ശ്രീയാത്തൂൺ എന്നാണ് പേര് വരുന്നത്. ഇനി ചെക്കോർദയുടെ അനുജന്റെ മകൻ അങ്കുക്മാസും വരുന്നുണ്ട്. പിന്നെ ഒരു വേലക്കാരനും അവരുടെ കൂടെ പോകുന്നുണ്ട് ബാൻടുയൂങ്ങിലേക്ക്. ഇനി രണ്ടാമത് നോക്കാം. ചെക്കോർദയും അങ്കുക്മാസും ധരിച്ചിരുന്നത് ലുങ്കിയും ഷർട്ടുമാണ്. മുണ്ടും ഷർട്ടും ധരിച്ച് തനി മലയാളി വേഷത്തിലാണ് ഞാൻ അവരുടെ കൂടെ കൂടിയത്. ഒരു വേഷ്ടിയും പുതച്ചിരുന്നു. 4 ബഞ്ചാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗ്രാമമാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. 4 ബാഞ്ചാർ കൂടിച്ചേർന്ന ഒരു ദേശമാണ് ഉബൂദ്. ഇവയിൽ ഏറ്റവും ഒടുവിലത്തെ ബാഞ്ചാറാണ് ബാൻടുയൂങ്. ഉബൂദിലെ പുരിയിൽ നിന്ന് ഇവിടേക്ക് 4 മൈൽ ദൂരമുണ്ട്. നേരിട്ട് നിരത്തുകളൊന്നുമില്ല. പറമ്പുകളും ഇടവഴികളും തോട്ടിൻ കരകളും വയൽ വരമ്പുകളും മേടുകളും കടന്നു പോകുന്ന ഊടുപാതകൾ മാത്രമേയുള്ളൂ. ഞങ്ങൾ ഉബൂദ് കഴിഞ്ഞ് അടുത്ത ഗ്രാമമായ സാമ്പനനിയിലെത്തിയപ്പോൾ പെട്ടെന്ന് മഴ ചൊരിഞ്ഞു. നമ്മുടെ കർക്കിടക പേമാരിയേക്കാളും ഉഗ്രമായ വർഷധാരയും ഇടിയും മിന്നലും കാറ്റും. ഞങ്ങൾ ഒരിടവഴിയിലായിരുന്നു. ഇരുവശത്തെയും പറമ്പുകളിൽ നിന്ന് കുത്തിയൊലിച്ചു വീഴുന്ന വെള്ളം ഇടവഴിയെ പെട്ടെന്നൊരു തോടാക്കി തീർത്തു. ഞങ്ങൾക്ക് മുമ്പോട്ട് നീങ്ങാൻ കഴിഞ്ഞില്ല. കുണ്ടും കുഴിയും പാറയും തന്നെ. ഞങ്ങൾ ഇടവഴിയോട് തൊട്ട ഒരു പറമ്പിലെ ഒരു എലിമെൻ്ററി സ്കൂളിൻ്റെ കോലായിൽ അഭയം പ്രാപിച്ചു. അപ്പോൾ ഈ ഒരു ഭാഗത്ത് എന്താണ് പറയുന്നത്? അതായത് ചെക്കോർദെ, അതായത് SKൻ്റെ കൂടെയുള്ള ആ ഒരു ഫ്രണ്ട് ചെക്കോർദയാണ് പേരെന്ന് നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ മകനായിട്ടുള്ള അങ്കുക്മാസും. ഇവർ രണ്ടുപേരും എന്താണ് ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നത്? ലുങ്കിയും ഷർട്ടുമാണ് ധരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ നമ്മുടെ SK എന്താണ് ചെയ്തത്? നമ്മുടെ തനി മലയാളി വേഷത്തിലാണ് അവരുടെ കൂടെ കൂടിയിരുന്നത്. വേഷ്ടി പുതച്ചിട്ടുണ്ടോ ചെയ്യുന്നുണ്ട്. ഇനി ഇവരുടെ ഗ്രാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമത്തെ നമ്മൾ ബാഞ്ചാർ എന്നാണ് പറയുന്നത് അവരവിടെ. അപ്പം ഈ 4 ഗ്രാമങ്ങൾ കൂടി ചേർന്നിട്ടുള്ള ഒരു ദേശത്തെ നമ്മൾ ഉബൂദ് എന്ന് പറയും. ഓക്കെ, ഒന്നുകൂടെ പറയാം. 4 ബാഞ്ചാർ അല്ലെങ്കിൽ 4 ഗ്രാമങ്ങൾ ചേർന്നിട്ടുള്ള ഒരു ദേശമാണ് ഉബൂദ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും അറ്റത്തുള്ള
അതെ, ഏറ്റവും ഒടുവിലായിട്ട് വരുന്ന ബാഞ്ചാർ അല്ലെങ്കിൽ ഗ്രാമമാണ് ബാൻടുയൂങ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു 4 ഗ്രാമങ്ങൾ ചേർന്ന് വരുന്ന ആ ഒരു ഉബൂദിലെ പുരിയിൽ നിന്ന് നമ്മുടെ ഏറ്റവും ഒടുവിലത്തെ ഗ്രാമമായിട്ടുള്ള ബാൻടുയൂങ്ങിലേക്ക് പോകാൻ വേണ്ടിയിട്ട് 4 മൈൽ ദൂരമുണ്ടെന്ന് ഇവിടെ SK പറയുന്നുണ്ട്. പെട്ടെന്ന് എത്താനുള്ള പാതകളൊന്നും അവിടെ ഇല്ല. കുറേ പറമ്പുകൾ, ഇടവഴികൾ, തോട്ടിൻകരകൾ, അതിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ട് വേണം ഈ എവിടെ എത്താൻ, നമ്മുടെ ഈ ഒരു പുരിയിൽ നിന്ന് ബാൻടുയൂങ്ങിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്ന് പറയുന്നുണ്ട്. ഇനി ഉബൂദ് കഴിഞ്ഞിട്ട് അടുത്ത ഗ്രാമമായിട്ടുള്ള സാമ്പനനിയിൽ എത്തിയപ്പോൾ അവിടെ എന്താണുള്ളത്? അവിടെ നല്ല കനത്തമായിട്ടുള്ള മഴ ചൊരിയാണ്, അല്ലെങ്കിൽ മഴ പെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു കമ്പാരിസൺ ഇവിടെ നമ്മുടെ ഈ ഒരു SK നടത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയോട് ആ ഒരു കാലാവസ്ഥയെ കമ്പയർ ചെയ്തിട്ടുണ്ട്. അതായത് കർക്കിടക പേമാരിയേക്കാളും ഉഗ്രമായിട്ടുള്ള വർഷധാരയും ഇടിയും മിന്നലും കാറ്റും. നമ്മുടെ കർക്കിടക പേമാരി എവിടെയാണ്? കേരളത്തിലാണ് ഉണ്ടാകുന്നത്, കർക്കിടക മാസത്തിൽ. അപ്പോൾ ഇതിനോടാണ് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സാമ്പനനിയിൽ ഉണ്ടായിരുന്ന ആ ഒരു മഴയെ ആര് കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നേ? നമ്മുടെ SK കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ ഒരു ഭാഗം ഒന്ന് മനസ്സിൽ ഓർക്കാട്ടോ. ഇനിയിപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാം, നമ്മുടെ കേരളത്തിലെ എന്തൊക്കെ കാര്യങ്ങളെയാണ് SK അവിടെ ബാല്യദ്വീപിലെ ആ ഒരു ഇതിനോട് പ്രകൃതിയോട് ഉപമിച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. ഓക്കെ, അവസാനം അവരെവിടെയാണ്? ഒരു എലിമെൻ്ററി സ്കൂളിൽ കയറി നിൽക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയുടെ ശക്തി ഒന്ന് കുറഞ്ഞു. വേലക്കാരൻ ഒരു വലിയ വാഴയില വെട്ടിക്കൊണ്ടുവന്നു. ആ പച്ചക്കുട ഞങ്ങളുടെ തലയ്ക്കുമീതെ പിടിച്ചു തന്നു. ചെക്കോർദയും ഞാനും ഞങ്ങളുടെ പാദരക്ഷകൾ വേലക്കാരൻ്റെ കയ്യിൽ കൊടുത്തു. ലുങ്കി മുട്ടുവരെ പൊക്കി പിടിച്ച് ചെക്കോർദയും മുണ്ടു മാടിക്കെട്ടി ഞാനും നടന്നു. അങ്കുമാസും ശ്രീയാത്തൂണും മഴ കൂസാതെ ഞങ്ങളെ പിന്തുടർന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മഴ പൂർവാധികം ഉഗ്രതയോടെ എടുത്തു ചൊരിഞ്ഞു. ഞങ്ങൾ കുറച്ചു ദൂരം ഓടി. നമ്മൾക്ക് അക്കാണുന്ന പുരയിൽ കയറി നിൽക്കാം, ചെക്കോർദെ പറഞ്ഞു. അതെൻ്റെ പഴയ ഡ്രൈവറുടെ പുരയാണ്. അങ്ങനെ ഞങ്ങൾ ചെക്കോർദയുടെ പഴയ ഡ്രൈവറുടെ കുടിലിൽ ചെന്നു പറ്റി. അപ്പോൾ എന്താണ്, അവരിപ്പം എവിടെയാണ് നിൽക്കുന്നത്? ആ ഒരു പഴയ എലിമെൻ്ററി അല്ലേ സ്കൂളിൻ്റെ വരാന്തയിലാണ് നിൽക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ കുറഞ്ഞു കഴിഞ്ഞപ്പം എന്താണ്, ചെക്കോർദയുടെ വേലക്കാരനൊരു വാഴയില കുട പോലെ, കുടയ്ക്ക് പകരം ചൂടാനായിട്ട് ആ ഒരു വാഴയില മുറിച്ച് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കൂടാതെ ഇവർ ഈ ഒരു ചെക്കോർദയും SK ഒക്കെ അവരുടെ ലുങ്കിയൊക്കെ മുകളിലേക്ക് പിടിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട്. അവരെ പിന്തുടർന്നിട്ട് ശ്രീയാത്തൂണ്, അതായത് ചെക്കോർദയുടെ മകളും പിന്നെ അനുജൻ്റെ മകനും അവരുടെ കൂടെ തന്നെ നടക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ എന്താണ്, അവിടെ ഒരു പുരയിടയിൽ കയറി നിൽക്കാമെന്ന് പറയുന്നുണ്ട്. അത് ഈ ഒരു ചെക്കോർദയുടെ പഴയ ഡ്രൈവറുടെ കുടിലായിരുന്നു കേട്ടോ. നെക്സ്റ്റ് സെഷൻ നോക്കാം. മുളമ്പായ കൊണ്ടുണ്ടാക്കിയ ചുമരുകളും പുല്ലുമേഞ്ഞ മേൽക്കൂരയുമുള്ള ഒരു പഴയ കുടിൽ, വൃത്തികെട്ട മുറ്റം. ആ പറമ്പിൽ വേറെയും 2 കുടിലുകളുണ്ട്. മൂലയിൽ ഒരു മണ്ഡപപ്പുരയും പറമ്പിന് ചുറ്റും അരയാൾ പൊക്കത്തിൽ മൺമതിലുകളുമുണ്ട്. മഴ കൊണ്ട് മതിൽ പൊതിർന്നു പോകാതിരിക്കാൻ മതിലിൻ്റെ മീതെ വൈക്കോൽ പാവിയിട്ടിട്ടുണ്ട്. തിരുവിതാംകൂറിലെ ചില പ്രദേശങ്ങളിലെ പറമ്പുകളിൽ കാണുന്ന കൈശാലയുടെ മാതൃകയിൽ തന്നെയാണ് ഈ മതിലുകളും പണിത് വെച്ചിരിക്കുന്നത്. ബാലിയിലെ ഉൾനാടുകളിൽ മിക്കവാറും എല്ലാ തറവാടുകളിലും ഇത്തരത്തിലുള്ള മൺമതിലുകളുണ്ടായിരിക്കും. മഴ തോർന്നപ്പോൾ ഞങ്ങൾ യാത്ര തുടർന്നു. കുറേശ്ശെ നാട്ടുവെളിച്ചമുണ്ട്. പിന്നെയും ഇടവഴികൾ തന്നെ. ഇടവഴികളുടെ ഇരുവശങ്ങളിലും കാണുന്ന പറമ്പുകളുടെ ആകൃതിയും പ്രകൃതിയും അവിടെ തഴച്ചു വളർന്നു നിൽക്കുന്ന സസ്യവർഗ്ഗങ്ങളുടെ സുപരിചിതത്വവും മലയാളിയായ എന്നെ ആശ്ചര്യഭരിതനാക്കി തീർത്തു. ആ തൊടികൾ കേരളത്തിൽ നിന്ന് അങ്ങനെ തന്നെ അടർത്തിക്കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിച്ചതാണെന്നേ തോന്നും. തെങ്ങും കവുങ്ങും മാവും പ്ലാവും ആ പറമ്പുകളിൽ തല പൊക്കി നിൽക്കുന്നു. പടർന്നു പന്തലിച്ചു കിടക്കുന്ന കടപ്ലാവുകൾ അവിടവിടെ ഇരുണ്ട മണ്ഡലങ്ങൾ വിരചിക്കുന്നു. ചില തൊടികളിൽ വെറ്റില കൊടികളുമുണ്ട്. വാഴകളും മാതള മരങ്ങളും പപ്പായ മരങ്ങളും എല്ലാ പറമ്പുകളിലും സുലഭമായി കാണാം. കേരളത്തിൻ്റേതല്ലാത്ത ഒരു മരം ഞാനിവിടെ കണ്ടത് മാങ്കോസ്റ്റിൻ മാത്രമാണ്. അപ്പം എന്താണ് ഇവിടെ നെക്സ്റ്റ് SK വിവരിക്കുന്നത്? അതായത് ആ ഒരു പഴയ ഡ്രൈവറിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഇവർ ചെയ്യുന്നത് അല്ലേ. മഴ അത്രയ്ക്കും പെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ആ ഒരു ഡ്രൈവറിൻ്റെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളമ്പായ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ചുമരുകളാണ്. കൂടാതെ പുല്ല് കൊണ്ട് മേഞ്ഞിട്ടുള്ള മേൽക്കൂരയായിട്ടുള്ള ഒരു പഴയ കുടിൽ. പിന്നെ അതിൻ്റെ
മുറ്റമൊന്നും അത്ര നല്ല രീതിയിലുള്ളതല്ല. കൂടാതെ അങ്ങ് 2 തൊട്ടടുത്തിട്ടായിട്ടൊരു വീടും കാണാം അല്ലേ, 2 കുടിലുകളും കൂടെ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പം ഈ ഒരു സെഷനിൽ SK പറയുന്നുണ്ട് നമ്മുടെ തിരുവിതാംകൂറിലെ ചില പ്രദേശങ്ങളിലെ പറമ്പുകളെ ഇത് അയാൾക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്ന്. പിന്നെ മഴ തോർന്നു കഴിഞ്ഞപ്പം വീണ്ടും അവർ യാത്ര തുടരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എന്താണ്, ചില പറമ്പുകളിലൂടെ നടന്നു പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലേ നമ്മൾ നേരത്തെ, ഒരു നേരായിട്ടുള്ള വഴിപ്പാത ഇവർക്ക് ഇല്ല ബാൻറ്റുയൂങ്ങിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. പറമ്പുകളും തോടുകളും മേടുകളും ഒക്കെ കഴിഞ്ഞ് വേണം എത്താൻ. അപ്പോൾ ഈ ഒരു പറമ്പുകളിലൂടെയൊക്കെ പോകുമ്പോൾ ഇവിടെ എന്താണ് SK കാണാണ് ഭയങ്കര നല്ല രീതിയിൽ തഴച്ചു വളർന്നു നിൽക്കുന്ന സസ്യവർഗ്ഗങ്ങളെ കുറിച്ചിട്ട്. അപ്പോൾ ഈ ഒരു സസ്യവർഗ്ഗങ്ങളെ കാണുമ്പോൾ എന്താണ്, ശരിക്കും ഇവിടെ SK ആശ്ചര്യഭരിതനാവുകയാണ്. കാരണം നമ്മുടെ മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിലുള്ള ആ ഒരു തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും തന്നെയാണ് ശരിക്കും അയാൾക്ക് അവിടെ എന്താണ് കേരളം തന്നെ പറിച്ച് നട്ട് വെക്കുന്ന പോലെയാണ് ആ ഒരു ബാലിദ്വീപിനെ കുറിച്ച് കാണുമ്പോഴും മനസ്സിലായത്. അപ്പോൾ എന്തൊക്കെയാണ്, കുറേ അധികം നമ്മുടെ ഈ ഒരു കേരളത്തിൽ കണ്ടുവരുന്ന കവുങ്ങും മാവും പ്ലാവും ഒക്കെ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഒരു ഇത് മാത്രം കണ്ടുപിടിച്ചത് അല്ലേ, ഡിഫറൻസ് മാത്രം കണ്ടുപിടിച്ചത് അവിടെ ബാലിദ്വീപിൽ എന്താണ് മാംഗോസ്റ്റിന് എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്. മാംഗോസ്റ്റിൻ മരങ്ങൾ നമുക്ക് കേരളത്തിൽ വരുന്നില്ല, പക്ഷെ അവിടെ മാംഗോസ്റ്റിൻ കൂടെ ഉണ്ട്. ബാക്കിയൊക്കെ സിമിലർ ആണ്, ബാക്കിയെല്ലാം കേരളത്തിലേതുപോലെ തന്നെ അവിടെയും ഉണ്ടെന്നാണ് SK പറയുന്നത്. മതിൽ മൂലകളിൽ നിന്ന് പച്ച വില്ലീസു തൊങ്ങലുകൾ പോലെ ഇല്ലിക്കൂട്ടങ്ങൾ ഇടവഴിയിലേക്കു തള്ളി നിൽക്കുന്നു. അവയ്ക്കരികെ കരളകത്തിൻ്റെയും നീല ശംഖുപുഷ്പത്തിൻ്റെയും വള്ളികൾ കെട്ടിപ്പടർന്നു നിൽക്കുന്നു. തറവാട്ട് വളപ്പുകൾക്ക് ബാലിമുദ്ര ചാർത്തി കൊടുക്കുന്നത് മേരുക്കളാണ്. പിതൃക്കൾക്ക് സങ്കല്പിച്ചു വെച്ചിരിക്കുന്ന പൊക്കത്തിലുള്ള ഓലപ്പുരകളാണ് മേരുക്കൾ. മണ്ഡപപുരയുടെ മൂർധാവിൽ തട്ടുതട്ടായി കെട്ടിപ്പൊക്കിയ മേൽപ്പുരകൾ മേരുക്കളുടെ ഒരു പ്രത്യേകതയാണ്. മേൽപോട്ട് ചെല്ലുംതോറും വ്യാസം ചുരുങ്ങി ചുരുങ്ങി വരുന്ന ഇറകളോട് കൂടിയ ഈ മേൽപ്പുര പരമ്പരകളുടെ എണ്ണം 5, 7, 9, 11, 13 അങ്ങനെ ഒറ്റ സംഖ്യയിലാണ് അവസാനിക്കണമത്രേ. സന്ധ്യ മയങ്ങി തുടങ്ങി. ഞങ്ങൾ സാമ്പാൻ ഖണ്ഡം കടന്ന് കഥയിലെത്തി. പിന്നത്തെ ബാഞ്ചാർ ബാൻറ്റുയൂങ് ആണ്. അയൽ ഗ്രാമങ്ങളിൽ നിന്ന് ബാൻറ്റുയൂങ്ങിലെ ഉത്സവത്തിന് പോകുന്ന ഒരു സംഘം സ്ത്രീകൾ ഞങ്ങളുടെ മുമ്പിൽ വന്നു ചേർന്നു. തലയിൽ ചെമ്പകപ്പൂ പൂങ്കുലകൾ ചാർത്തിയ അർദ്ധനഗ്നകളായ ആ പെൺകുടികൾ സംഭാഷണങ്ങൾക്കിടയിൽ മൂളിയും പാട്ടുപാടിയും ഉല്ലാസഭരിതരായങ്ങനെ നീങ്ങുകയാണ്. ചെക്കോർദെ അവരിൽ ഒരുത്തിയോട് എന്തോ ഫലിതം പറഞ്ഞു. അവളും കൂട്ടുകാരികളും പൊട്ടിച്ചിരിച്ചു. അരികിലൂടെ കടന്നു പോകുന്ന പെണ്ണുങ്ങളെ എന്തെങ്കിലും തമാശ പറഞ്ഞു പൊട്ടിച്ചിരിപ്പിക്കുന്നത് ബാലി പുരുഷന്മാരുടെ വിനോദമാണ്. ഞങ്ങൾ ഇടവഴികൾ വിട്ട് വിശാലമായ ഒരു സാവ എന്ന് വെച്ച് കഴിഞ്ഞാൽ വയലാണ് കേട്ടോ. അപ്പം സാവയുടെ വക്കിലെത്തിച്ചേർന്നു. വയലിൻ്റെ നടുവിലെ ചെളിവരമ്പിലൂടെ നടപ്പാത തുടർന്നു പോകുന്നു. അപ്പോൾ ഇവിടെ എന്താണ് നെക്സ്റ്റ് വരുന്നത്, അതായത് നമ്മളിപ്പം പറഞ്ഞിട്ടുണ്ട് അല്ലേ, അവരെവിടെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്, ആ ഒരു വയലിലൂടെ പോവുകയാണ് ചെയ്യുന്നത്. കൂടാതെ ആ വയലിലൂടെ പോകുമ്പോൾ ചില തറവാട്ട് വളപ്പുകളെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു തറവാട്ട് വളപ്പുകൾക്ക് എന്താണ് ബാലിമുദ്ര ചാർത്തി കൊടുക്കുന്നത്. അതായത് ഓരോ നാട്ടിലും പോകുമ്പോൾ അവിടുത്തെ ആർക്കിടെക്ചേഴ്സിന് ഓരോ എന്താണ് വീടുകളാണെങ്കിലൊക്കെ അവർക്കൊക്കെ ഓരോ ടേസ്റ്റ് അല്ലെങ്കിൽ അത് ആ ഒരു നാടിൻ്റെ പ്രത്യേകത കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ബാലിയിലാണ്. ബാലിയിലെ യാത്രാ വിവരണമാണല്ലോ പറയുന്നത്. അപ്പം ബാലി മുദ്ര ചാർത്തി കൊടുക്കുന്നത് പോലെ തന്നെ അവിടെ സ്പെഷ്യലായിട്ട് വരുന്നത് മേരുക്കൾ എന്ന് പറയുന്നത്. മേരുക്കൾ എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു പിതൃക്കളെ സങ്കല്പിച്ച് വെച്ചിരിക്കുന്ന പൊക്കത്തിലുള്ള ഓലപ്പുരകളെയാണ് നമ്മൾ മേരുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്, തട്ടായിട്ട് കെട്ടിപ്പൊക്കിയിട്ടുള്ള മേൽപ്പുരകളായിരിക്കും ഈ ഒരു മേരുക്കളുടെ പ്രത്യേകതയായിട്ട് വരുന്നത്. ഇത് നമുക്കറിയാം ഒരു ത്രികോണാകൃതിയിലായിരിക്കും. ഇങ്ങനെ ഓരോന്ന് തട്ടായിട്ട് വരുമ്പോഴും ചുരുങ്ങിയിട്ടായിരിക്കും വരുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ഒരു കുറേ ത്രികോണങ്ങൾ ഇങ്ങനെ എന്താണ് അട്ടിക്കട്ടിക്ക് വെച്ചതുപോലെ ഉണ്ടാവും. അപ്പം ഇത് ഓരോന്നും 5, 7, 9 അങ്ങനെ ഒറ്റ സംഖ്യയിൽ അവസാനിക്കണം എന്നാണ് പറയുന്നത്. അത് പരമ്പരകളാണത് സൂചിപ്പിക്കുന്നത്. ഇനി കുറച്ച് സന്ധ്യ മയങ്ങി കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോൾ ഇപ്പം ഇവർ നടക്കുന്നത് ഏത് പറമ്പിലൂടെയാണ്, സാമ്പാൻ എന്ന ഗ്രാമത്തിലൂടെയാണ് അല്ലേ. അവിടെയുള്ള പറമ്പിലൂടെയോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആ ഒരു ഗ്രാമപ്രദേശത്തുകൂടെയാണ് നടക്കുന്നത്, സാമ്പാൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അത് കടന്ന് അവർ കഥയിലെത്തിയിട്ടുണ്ട്. അപ്പം ഇത്
പിന്നെ വരുന്നത് ബാഞ്ചാർ, അത് കഴിഞ്ഞിട്ടാണ് ബാൻതുയൂങ് വരുന്നത്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ഇപ്പോൾ ഇവർ വരുന്നത് സാമ്പാനിലാണ്. 4 ഗ്രാമങ്ങൾ കൂടിയിട്ടാണല്ലോ, അതിൽ ഏറ്റവും അറ്റത്താണ് നമ്മുടെ ബാൻതുയൂങ് വരുന്നത്. അപ്പോൾ ഇവരിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സാമ്പാൻ, അത് കഴിഞ്ഞ് സ്കദിയിൽ ഇപ്പോൾ അവർ എത്തിയിട്ടുണ്ട്. ഇനി ബാഞ്ചാർ, അത് കഴിഞ്ഞിട്ട് ബാൻതുയൂങ് ആണ്. അപ്പം എന്താണ് ഈ ഒരു അയൽ ഗ്രാമങ്ങളിൽ നിന്നും ബാൻതുയൂങ്ങിലെ ഉത്സവത്തിന് കുറച്ച് സ്ത്രീകൾ പോകുന്നുണ്ട്. ഇവർ പോകുന്ന യാത്രാമധ്യേ അവരെ കാണുകയാണ് ചെയ്യുന്നത് നമ്മുടെ SK. അപ്പം SKയുടെ കൂടെയുള്ള ചെക്കോർഡെ, അതായത് ബാലിയിലുള്ളൊരു മനുഷ്യനാണ് അല്ലേ. അപ്പോൾ അവരുടെ ഒരു വിനോദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്ത്രീകളെ നോക്കിയിട്ട് എന്തെങ്കിലും ഫലിതം പറയുന്നത് അവിടെയുള്ള ബാലി പുരുഷന്മാരുടെ വിനോദമാണ്. അതേപോലെ തന്നെ ഈ ഒരു പെൺകുട്ടികൾ പോകുന്ന ടൈമിലും ചെക്കോർഡെ എന്തോ ഫലിതം പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതും അതിലൂടെ പറയാണ്. വഴുക്കലുണ്ട്, സൂക്ഷിച്ച് നടക്കണം, ചെക്കോർദെ താക്കീതു ചെയ്തു. നഗ്നപാതരായ അങ്കൂഗ്മാസും ശ്രീയാത്തൂണും വേലക്കാരനും വഴുതി വീയാതിരിക്കാൻ കാലിൻ്റെ പെരുവിരൽ ഊന്നിക്കൊണ്ടാണ് നീങ്ങിയിരുന്നത്. ചെളിവരമ്പിലൂടെ നടക്കാൻ ഞാനും അങ്ങനെ തന്നെയാണ് ചെറുപ്പത്തിൽ അഭ്യസിച്ചിട്ടുള്ളത്. ഈ വിദ്യ ബാലിക്കാർക്കും അറിയാമെന്ന് ഞാൻ കരുതിയില്ല. അപ്പം എന്താണ് ഇവിടെ ഇപ്പം എന്താണ് സ്കദി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നാട്ടിലേക്കാണ്. അവരുടെ ആ ഒരു പാടവരമ്പിലൂടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെക്കോർദയ്ക്കും നമ്മുടെ SKക്കും ചെരുപ്പുണ്ട്. ബാക്കി അവരുടെ കൂടെ വരുന്ന ആരാണ്? ആ ഒരു ശ്രീയാത്തൂണ്, അതായത് ചെക്കോർദൻ്റെ മകൾക്കും അനുജൻ്റെ മകനും വേലക്കാരനും ചെരുപ്പില്ല. ഇവരെങ്ങനെയാണ് നടന്നു വരുന്നത്? പാടവരമ്പിലൂടെ അത് ആ ഒരു പെരുവിരൽ ചെളിവരമ്പിൽ ഇങ്ങനെ അമർത്തിയിട്ടാണ് നടന്നു വരുന്നത് അല്ലേ, ഊന്നിക്കൊണ്ടാണ് നടന്നു വരുന്നത്. ഇനി ഇടയ്ക്കിടെ അറ്റക്കഴങ്ങളും കടക്കാനുണ്ടായിരുന്നു. അറ്റക്കഴങ്ങളിലൂടെ വാർന്നൊലിക്കുന്ന വെള്ളത്തിൻ്റെ ഗ്ലാഗ്ലാ നാദവും തവളക്കുഞ്ഞുങ്ങളുടെയും മണ്ണട്ടകളുടെയും കൂട്ടക്കരച്ചിലും കേരള ഗ്രാമങ്ങളിലെ പാടങ്ങളിൽ നിന്ന് പൊങ്ങിക്കേൾക്കുന്ന അതേ സ്വരമേളങ്ങൾ എൻ്റെ കാതിൽ കിക്കിളി ഉളവാക്കി. പാടം കഴിഞ്ഞ് ഞങ്ങളൊരു കുന്നിൻ ചെരുവിലെ ചുവന്ന ചരൽപ്പറമ്പിലേക്കു കയറി. ആ മൂലയിൽ 3-4 തൈത്തെങ്ങുകൾ പീലി വിടർത്തി നിൽക്കുന്നു. വാവലുകൾ ചിറകിട്ടടിച്ചു പറക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ് 4ാമത്തെ ഭാഗത്ത് പറയുന്നത്? ഈ ഒരു 4ാമത്തെ പോയിന്റും കേരളത്തിനെ കുറിച്ച് പറയുന്നതാണ് കേട്ടോ. ഇതൊന്നും മനസ്സിൽ ഓർത്ത് വെക്കുക. കേരളത്തിലെ പിന്നീട് കമ്പയർ ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇത് വരുന്നത്. അതായത് തവളക്കുഞ്ഞുങ്ങളെ, മണ്ണട്ടകളെ അല്ലേ, അത് നമ്മുടെ കേരള ഗ്രാമങ്ങളെ കുറിച്ചിട്ടാണ് കൂടുതൽ. അവിടെ ഗ്രാമത്തിലെ പാടങ്ങളിൽ ഉണ്ടാവുന്ന ശബ്ദവുമായിട്ടാണ് ഇവിടെ SK താരതമ്യം ചെയ്തിട്ടുള്ളത്. ഇനി പിന്നെയും ഇടവഴികൾ ഞങ്ങളെ വിഴുങ്ങി. പച്ചനെൽപ്പാടങ്ങളും കുന്നിൻ ചെരുവുകളും കുണ്ടനേട വഴികളും ചരൽപ്പറമ്പുകളും കൂടിക്കലർന്ന ആ ഗ്രാമമൂലയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞാൻ സംശയിച്ചു പോയി. നടന്ന് ഞാൻ കോഴിക്കോട്ടെ ചേവായൂരിലാണോ എത്തിച്ചേർന്നിരിക്കുന്നതെന്ന്. അപ്പം നമുക്കറിയാം SK എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? കോഴിക്കോട് ജനിച്ച് വളർന്നിട്ടുള്ള ഒരാളാണ്. അപ്പം ഈ ഒരു പച്ച നെൽപ്പാടങ്ങളിലൂടെ ഒക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവസാനം അയാൾ വിചാരിക്കുകയാണ് കോഴിക്കോട്ടെ ചേവായൂരിലാണോ. കോഴിക്കോട്ടെ ചേവായൂരും ആ ഒരു ബാലിയിലെ ആ ഒരു സ്ഥലവും തമ്മിൽ അത്രക്കും സിമിലാരിറ്റീസ് തോന്നിയിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഇടവഴികൾ ഇനിയുമുണ്ടോ? ഞാൻ ചെക്കോർദയോട് ചോദിച്ചു. കുറച്ചുകൂടി ഉണ്ട്. ഈ കുന്നു കഴിഞ്ഞാൽ ചെന്നു ചേരുന്നത് ബാൻതുയൂങ്ങിലാണ്. എന്താ, നടക്കാൻ വിഷമം തോന്നുന്നുണ്ടോ? അദ്ദേഹം എൻ്റെ കാലിനു മുൻപിൽ ടോർച്ച് പ്രകാശിപ്പിച്ചു കൊണ്ടു പറഞ്ഞു. ഇവിടുത്തെ ഇടവഴികൾ മുഴുവനും കല്ലും കുഴിയും നിറഞ്ഞവയാണ്. കല്ലും കുഴിയും മാത്രമല്ല, മുള്ളും മുരടും മൂർഖൻ പാമ്പും ഈ ഇടവഴികളിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ശ്രീയാത്തൂണിൻ്റെ കാൽവിരൽ കല്ലിൽ മുട്ടി മുറിഞ്ഞു ചോര വന്നു. അങ്കൂങ്കിമാസിൻ്റെ കാലിൽ 2 പ്രാവശ്യം മുള്ളു തറച്ചു. വേലക്കാരൻ കുണ്ടിൽ പിരണ്ടു വീണ്. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന മട്ടിൽ എഴുന്നേറ്റ് നടക്കുന്നത് കണ്ട് ശ്രീയാത്തൂൺ പൊട്ടിച്ചിരിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് ശ്രീയാത്തൂൺ പറഞ്ഞറിഞ്ഞ ചെക്കോർദയും വയറു കുലുങ്ങി ചിരിച്ചു. പപ്പടം ചുടുന്നത് പോലത്തെ ഒരു മണം, പാമ്പിൻ്റെ വായനാറ്റം എൻ്റെ മൂക്കിൽ ഇഴഞ്ഞു കയറി. അപ്പോൾ ഞാൻ മതിലിനരികിൽ നിന്ന് കുറേശ്ശെ ഒഴിഞ്ഞു മാറി നടന്നു. ഞങ്ങളുടെ വലത് ഭാഗത്ത് വന്നു ചേരുന്ന ഒരിടവഴിയിൽ ഒരു വെളിച്ചം പരക്കുന്നത് കണ്ടു. ഞാൻ അങ്ങോട്ടൊന്ന് നോക്കി. കയ്യിൽ ഒരു വലിയ ഓലച്ചൂട്ട് കത്തിച്ച് ഉയർത്തിപ്പിടിച്ചു വീശിക്കൊണ്ട് ഒരു ചെറുപ്പക്കാരനും പിന്നാലെ തലയിൽ നിറയെ പൂക്കൾ കുത്തിച്ചൂടിയ ഒരു സംഘം പെണ്ണുങ്ങളും നീങ്ങി വരുന്നു. ആ ചൂട്ടിൻ്റെ വെളിച്ചത്തിൽ അവരോടൊപ്പം നീങ്ങാമെന്ന് കരുതി ഞങ്ങൾ ആ മൂലയിൽ തങ്ങി നിന്നു. അപ്പോൾ നെക്സ്റ്റ് എന്താണ് നടക്കുന്നത്? ഇനി കുറച്ചുകൂടെ നടക്കാനുണ്ടെന്ന് ഇവർ മനസ്സിലാക്കുകയാണ്. അപ്പോൾ എന്താണ്, ബാൻതുയൂങ്ങിലേക്ക് എത്താൻ കഴിയുമെന്നാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് ഇവർ നടക്കുന്ന ആ ഒരു പാത എന്ന് പറയുന്നത് എന്താണ്, അവിടെ കല്ലും കുഴിയും മാത്രമല്ല, കൂടാതെ മൂർഖൻ പാമ്പും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മുടെ SK മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സംഘം
അവരുടെ അടുത്തേക്കായിട്ട് ഒരു ചൂട്ടും കത്തിച്ച് വരുന്നതായിട്ടാണ് SK കാണുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു വെളിച്ചത്തിനൊപ്പം നടക്കാമെന്നാണ് SK കരുതുന്നത് കേട്ടോ. അവരും ഉത്സവ സ്ഥലത്തേക്കു പുറപ്പെട്ടവരാണ്. ഇത്തിരി പരിഷ്കാരമുള്ളവരാണെന്ന് തോന്നുന്നു. പെണ്ണുങ്ങൾ പച്ച നിറത്തിലുള്ള കട്ടിത്തുണിയും നീണ്ട കൈകളോട് കൂടിയ വെള്ളക്കുപ്പായവുമാണ് ധരിച്ചിരിക്കുന്നത്. കുപ്പായത്തിനു മീതെ അരയിൽ ഒരു വർണ്ണ പട്ടുകച്ചയും ചുറ്റിയിട്ടുണ്ട്. മുൻപേ നടക്കുന്ന അർദ്ധനഗ്നനായ ചെറുപ്പക്കാരൻ്റെ കയ്യിലെ കത്തിയിരുന്ന ചൂട്ട് ഞാൻ കൗതുകത്തോടെ നോക്കി. ആ ചൂട്ടിൻ്റെ കോലവും കെട്ടും മട്ടും കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. ചേവായൂരിലെ രാരുനായരുടെ പീടികയിൽ വിൽക്കാൻ വെച്ച ചൂട്ട് തന്നെ. അയാൾ കയ്യിൽ കത്തിച്ചു പിടിച്ച ആ സാധനത്തിൻ്റെ പേരെന്താണ്? ഞാൻ ചെക്കോർദയോട് ചോദിച്ചു. ഷൂണ്ടെ എന്ന് ചെക്കോർദെ പറഞ്ഞപ്പോൾ ഞാൻ മൂക്കത്ത് ചൂണ്ടുവിരൽ വെച്ചുപോയി. അതേ ആകൃതി കൊണ്ട് മാത്രമല്ല, പേരുകൊണ്ടും നമ്മുടെ ചൂട്ടിൻ്റെ ഏട്ടനാണ് ബാലിക്കാരുടെ ഷൂണ്ടെ. കുന്നും ഇടവഴികളും കടന്ന് ഞങ്ങളുടെ പാത ഒരു വയൽ സാമ്രാജ്യത്തിൻ്റെ മൂലയിലേക്ക് വഴുതി. അപ്പോൾ എന്താണ് നമ്മുടെ നെക്സ്റ്റ് ഭാഗത്ത് SK പറയാണ്, ഇപ്പം ആ ഒരു ചൂട്ട് കൊണ്ട് വരുന്ന സംഘമുണ്ടല്ലോ, ഒരു ചെറുപ്പക്കാരനും അയാളെ പിന്താങ്ങി വരുന്ന എന്താണ് ഒരു സംഘം സ്ത്രീകളും, അവർ കുറച്ചുകൂടെ പരിഷ്കാരിയാണ്. നേരത്തെ കണ്ട അർദ്ധനഗ്നരായിട്ടുള്ള സ്ത്രീകളെ പോലെയല്ല, കുറച്ചും കൂടെ പരിഷ്കാരമുള്ള ഡ്രസ്സാണ് അവർ ധരിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞപ്പം ഇവർ ഈ ഒരു അവരെ വഴി നടന്ന് വരുന്ന ആ ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, അയാളുടെ മുകളിലുള്ള അല്ലെങ്കിൽ അയാൾ പിടിച്ചിരിക്കുന്ന ആ ഒരു ചൂട്ടെന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു മലയാളം വേർഡിനോട് കുറച്ചും കൂടി സാമ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഷൂണ്ടി എന്നാണ് അതിനെ ഈ ഒരു ബാലിക്കാർ വിളിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു കുന്നും ഇടവഴികളൊക്കെ കടന്നിട്ട് ഇവരിപ്പോൾ എവിടെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്? ഒരു വയലിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവർ എന്താണ് മൂലയിലേക്ക് വഴുതി വീണു. ചൂട്ടും വെളിച്ചവും ആൾക്കൂട്ടവും പല കോണുകളിൽ നിന്നും നീങ്ങി വരുന്നുണ്ടായിരുന്നു. ദൂരെ മിന്നാമിനുങ്ങിൻ പറ്റം ചെന്നു പറ്റിയ പോലെ തോന്നുന്ന ഒരു മലയിലേക്ക് ചൂണ്ടിക്കാണിച്ച് ചെക്കോർദെ പറഞ്ഞു. ഉത്സവ സ്ഥലമാണ് അക്കാണുന്നത്. ചെക്കോർദയുടെ പൂർവിക ക്ഷേത്രത്തിന്റെ പേർ പുരാംബകജി എന്നാണ്. ഗ്രാമത്തിലെ മൂലക്ഷേത്രമാണിത്. മിന്നാമിനുങ്ങിൻ കൂട്ടം മണ്ണെണ്ണ വിളക്കുമായി മാറി ക്ഷേത്രപ്പറമ്പിന് പുറത്തെ വയലിൽ ഏർപ്പെടുത്തിയ ചന്തയിലെ സ്റ്റാളുകളിൽ നിന്ന് പ്രകാശിക്കുന്ന ദീപബിന്ദുകൾ തെളിഞ്ഞു. ചന്തയിലെ ശബ്ദകോലാഹലങ്ങൾക്കിടയിലൂടെ ക്ഷേത്രത്തിൽ നിന്ന് ഗ്യാമലിൻ വാദ്യ സംഗീത തരംഗങ്ങൾ ഞങ്ങളെ സ്വാഗതം ചെയ്തു. കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ പൂരങ്ങളിലും കാവുകളിലെ അടിയന്തരങ്ങളിലും കാണാറുള്ള അതേ ആർഭാടങ്ങളും വിനോദ പ്രകടനങ്ങളും തന്നെയാണ് ഇവിടെയും അലതല്ലുന്നത്. പെണ്ണുങ്ങളും കുട്ടികളുമാണ് ഏറ്റവും അധികം ഉത്സാഹം പ്രദർശിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ്, ഇവർ അവസാനം ആ ഒരു ഉത്സവ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ആ ഒരു പൂർവിക ക്ഷേത്രത്തിൻ്റെ, ചെക്കോർദയുടെ ആ ഒരു ക്ഷേത്രത്തിൻ്റെ പേരെന്താണ്? പുരംബകജി എന്നാണ് കേട്ടോ. അപ്പം ആ ഒരു ഗ്രാമത്തിലെ മൂലക്ഷേത്രമായിട്ട് തന്നെയാണ് ഈ ഒരു പുരാംബകജി അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങളിലേതുപോലെ തന്നെയാണ് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും എന്ന് SKക്ക് പ്രതീതമാവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ തന്നെ ബാലിയിലെ ക്ഷേത്രങ്ങൾക്കരികിലും ഒരാൽമരം ഉണ്ടായിരിക്കും. വടവൃക്ഷത്തെ ഇവിടെ വരിങ്കൻ എന്നാണ് വിളിക്കുന്നത്. ക്ഷേത്രത്തിലെ കടക്കുന്നതിന് മുൻപ് ചെക്കോർദയുടെ പിന്നാലെ ഞങ്ങളും വരിങ്കനെ ഒന്ന് പ്രദക്ഷിണം വച്ചു. ചെക്കോർദയെ ഒരു കച്ച അരയിൽ ചുറ്റിക്കെട്ടി. അങ്ങനെയാണ് ആചാരം. ചെക്കോർദയെ അനുകരിച്ച് ഞാനും എൻ്റെ വേഷ്ടി അരയിൽ കെട്ടി. ഞങ്ങൾ ഗോപുരം കടന്ന് ഒന്നാമത്തെ ചുറ്റമ്പലത്തിൽ പ്രവേശിച്ചു. ബാലക്ഷേത്രങ്ങൾക്കു സാധാരണയായി 3 ചുറ്റമ്പലങ്ങൾ ഉണ്ടായിരിക്കും. അപ്പക്കൊട്ടകൾ തലയിലേറ്റിയ പെണ്ണുങ്ങൾ ഒറ്റയായും കൂട്ടമായും അമ്പലത്തിലേക്ക് കടന്നു വരുന്നുണ്ടായിരുന്നു. ഉത്സവ ദിവസം ഗ്രാമത്തിലെ ഓരോ കുടുംബവും അമ്പലത്തിലേക്ക് അപ്പക്കാഴ്ചകൾ കൊണ്ടുവരണം എന്നുണ്ട്. അപ്പോൾ ഇവിടെ പിന്നീട് എന്താ നടക്കുന്നത്? അതായത് ഇവിടെ വലിയൊരു വടവൃക്ഷമുണ്ട്, വരിങ്കൻ എന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പം ഈ ഒരു ക്ഷേത്രത്തിലേക്ക് കടക്കുന്നതിന് മുൻപേ തന്നെ ഈ ഒരു വടവൃക്ഷത്തെ പ്രദക്ഷിണം വെക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പം ഈ ഒരു വടവൃക്ഷത്തെ പ്രദക്ഷിണം വെക്കുമ്പോഴെന്താണ്, അരയിൽ കച്ച ചുറ്റിക്കെട്ടണം. ഇത് ചെക്കോർദ ചെയ്തതിനെ തുടർന്ന് തന്നെ നമ്മുടെ ഈ ഒരു SKയും ഇത് കണ്ടിട്ട് ആക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ചെയ്യുന്നുണ്ട്. കൂടാതെ അവിടെ വന്നിരിക്കുന്ന പെണ്ണുങ്ങൾ എന്താണ്, തലയിലൊരു കുട്ട അല്ലെങ്കിൽ അപ്പക്കൊട്ടകൾ വെച്ചിട്ടുണ്ട്. അത് അവിടുത്തെ ഒരു നൈവേദ്യമായിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് നിർബന്ധമായിട്ടും ആ ഒരു അപ്പക്കാഴ്ച നടത്തണമെന്നാണ് അവരുടെ ഇടയിൽ നിലനിൽക്കുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം. അരിമാവ് കൊണ്ട് പല വലുപ്പത്തിലും രൂപത്തിലും ചുട്ടെടുത്ത് അത്ഭുത വർണ്ണങ്ങൾ പിടിപ്പിച്ച അപ്പങ്ങളും അടകളും നാനാതരം കനികളും പൂക്കളും തട്ടുകളിൽ കലാഭംഗിയോടെ കൂമ്പാരമാക്കി വെച്ചിരിക്കുന്നു. കൊട്ടാര ഗോപുരങ്ങളുടെയും കപ്പലുകളുടെയും അങ്കുമലകളുടെയും അങ്ങനെ പല മാതൃകളിലും ആ പലഹാരങ്ങളും
പഴങ്ങളും പൂക്കളും തമ്മിൽ തിരിച്ചറിയാതിരിക്കത്തക്കവണ്ണം ഇടകലർത്തി കുരുത്തോല കൊണ്ടുണ്ടാക്കിയ കൊടിക്കൂറകളും മാലകളും കോലങ്ങളും ആ ഫലപുഷ്പ പലഹാര സമാഹാരത്തിൽ ചാർത്തിയിട്ടുണ്ട്. ആ കൗതുകകരമായ കാഴ്ച തട്ടുകൾ തലയിൽ വഹിച്ചുകൊണ്ടു നീങ്ങുന്ന വനിതകളുടെ ഉത്സവ വേഷവും നമ്മെ ആകർഷിക്കുന്നു. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? ഇവിടെ നമ്മൾ ആ ഒരു അപ്പത്തിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. നെക്സ്റ്റ് ഭാഗത്ത് അതിനെ കുറിച്ചിട്ട് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാണ്. അപ്പം അരിമാവ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അത് പല തരത്തിൽ പല മാതൃകത്തിൽ പല ഭംഗിയോട് കൂടിയിട്ടാണ് എന്താണ് അവരത് പ്രസന്റ് ചെയ്തിരിക്കുന്നത് അല്ലേ, അതവിടെ എടുത്തു വെച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. സ്വർണ്ണക്കസവിൻ്റെ ഇലകളും പൂക്കളും നക്ഷത്രങ്ങളും വിലസുന്ന പച്ച പട്ടുതുണിക്കാലിൻ്റെ നെരിയാണി കവിയുമാറ് താഴ്ത്തിയുടുത്ത് മുല പകുതി മറിച്ചുകൊണ്ട് വയറ്റിനു മീതെ ഒരു മഞ്ഞ കച്ച ചുറ്റി തലമുടിക്കെട്ടിൽ ഒരു വെള്ളത്തൂവാല മടക്കി കെട്ടിയിട്ട് നീണ്ടു നിവർന്ന് നടനഭംഗി കലർന്ന കാൽവെപ്പുകളോടെ ആ കമനീയാംഗികൾ നീങ്ങി വരുന്നു. പ്രധാന മണ്ഡപത്തിൻ്റെ മുമ്പിൽ വെച്ചു പെമാങ്കു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പൂജാരിയാണ് കേട്ടോ. അവർ പെമാങ്കു എന്ന് പറയുന്നത് പുണ്യാഹം കുടഞ്ഞ് നിവേദ്യം ശുദ്ധീകരിച്ചു സ്വീകരിക്കുന്നു. ആ ഭാരിച്ച നേർച്ചത്തട്ട് താഴെ വെക്കാൻ 2 പേർ അവളെ സഹായിക്കുന്നു. പ്രധാന മണ്ഡപത്തിൻ്റെ ഇരുവശത്തും പ്രത്യേകം കെട്ടിയുണ്ടാക്കിയ ഗ്യാലറികളിൽ അപ്പക്കാഴ്ച തട്ടുകൾ സ്ഥലം പിടിക്കുന്നു. ഗ്രാമത്തിലെ എല്ലാ വീടുകളിൽ നിന്നും വന്നു ചേർന്ന പലഹാര തട്ടുകൾ അവിടെ നിരത്തി പ്രദർശിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നിവേദ്യ പലഹാരം കൊണ്ടുവന്ന പെണ്ണിന്റെ കയ്യിൽ പെമാങ്കു കിണ്ടിയിൽ നിന്നും തീർത്ഥജലം പകർന്നു കൊടുക്കുന്നു. അവൾ ഭക്തിപൂർവ്വം തീർത്ഥജലം ഒത്തിക്കുടിച്ച് നനഞ്ഞ കരതലം തലമുടിയിലുരയ്ക്കുന്നു. പിന്നെ മണ്ഡപത്തെ തൊഴുതു കുമ്പിട്ട് അവൾ മെല്ലെ പിൻവാങ്ങുന്നു. അപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത്? അതായത് നെക്സ്റ്റ് എന്താണ് ഇവിടെ പറയുന്നത്? ആ ഒരു ക്ഷേത്രത്തിനുള്ളിൽ കാണുന്ന കാഴ്ചകളെ കുറിച്ചിട്ടാണ്. അപ്പം ഇത്തരത്തിൽ ഒരു മഞ്ഞ കച്ചയൊക്കെ ചുറ്റിയിട്ട് അല്ലെങ്കിൽ തലമുടിയിലൊക്കെ ഒരു വെള്ള തൂവാലൊക്കെ മടക്കി കെട്ടിയിട്ടുള്ളൊരു ഒരു പെണ്ണ് വരുന്നുണ്ട് അല്ലേ. അപ്പം പെണ്ണ് മാത്രമല്ല, കമനീയാംഗികൾ എന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നല്ല സുന്ദരികളായിട്ട് ഒരുങ്ങി നിൽക്കുന്ന ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ എന്താണ് അവിടെ പൂജാരി ഇത് ഇങ്ങനെ പുണ്യാഹം കുടഞ്ഞിട്ട് നിവേദ്യം ശുദ്ധീകരിച്ച് സ്വീകരിക്കുന്നത്. നിവേദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കൊണ്ടുവരുന്ന ഈ ഒരു അപ്പക്കുട്ടകളുണ്ടല്ലോ, ഇതൊക്കെ ഇത് പുണ്യാഹം തളിക്കണം. ഇത് വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്നതാണല്ലോ. ഇതിപ്പം വാങ്ങി വെക്കുമ്പോൾ പുണ്യാഹം തളിച്ചിട്ട് വേണം സ്വീകരിക്കാൻ വേണ്ടി. അങ്ങനെ ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഒരു പെമാങ്കു അല്ലെങ്കിൽ പൂജാരി ഇങ്ങനെ ചെയ്യുന്നുണ്ട്. കൂടാതെ എന്താണ് ഈ ഒരു നിവേദ്യത്തെ നമ്മുടെ അവിടെയുള്ള എല്ലാ ഗാലറികളിൽ അതായത് അവിടെയുള്ള ആ ഒരു സ്ഥലത്ത് എന്താണ് അവർ ഇത് ഫുള്ളും ഈ ഒരു അപ്പക്കാഴ്ച തട്ടുകളൊക്കെ ആ ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ അടുക്കി വെക്കുന്നുണ്ട് അല്ലേ. എല്ലാ വീടുകളിൽ നിന്ന് എത്തിച്ചേർന്ന പലഹാര തട്ടുകളൊക്കെ ഇവിടെ ഇങ്ങനെ നിരത്തി വെക്കുന്നുണ്ട്. കൂടാതെ ഈ ഒരു അപ്പ തട്ടുകൾ കൊണ്ടുവരുന്ന പെണ്ണിൻ്റെ കയ്യിൽ കുറച്ച് തീർത്ഥജലമൊക്കെ പകർന്നു കൊടുക്കുന്നുണ്ട്. നമ്മളെന്തെങ്കിലും ഭഗവാന് നിവേദനം കൊടുത്തു കഴിഞ്ഞാൽ പൂജാരി എന്താണ് നമുക്ക് കുറച്ച് തീർത്ഥജലങ്ങളൊക്കെ തരാറുണ്ട് അല്ലേ. അപ്പോൾ അത് നമ്മൾ നോർമലി ആ ഒരു തീർത്ഥം സ്വീകരിച്ച് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇവിടെയും ആ കുട്ടി ചെയ്യുന്നത്. ചെക്കോർദയും അങ്കുക്മാസും ആദ്യം മധ്യമണ്ഡപപുരയ്ക്ക് മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. പിന്നെ സാഷ്ടാംഗം നമസ്കാരം ചെയ്തു. പെമാങ്കു അവരുടെ തലയിൽ പുണ്യാഹം കുടഞ്ഞു. പിന്നെ കുറച്ചു തീർത്ഥജലം കുടിക്കാനും കൊടുത്തു. ഗ്രാമത്തിലെ കാരണവന്മാരും ക്ഷേത്രത്തിലെ പുരോഹിതന്മാരും മറ്റുമായി കാര്യാലോചനകൾ നടത്തുന്നതിന് ചെക്കോർദെ ബാലി അങ്കുങ്കിയിലേക്ക് പോയി. ഞാൻ കുറച്ചു നേരം അമ്പലത്തിനകത്തെ കാഴ്ചകൾ കണ്ടു നടന്നു. അപ്പം പിന്നീട് എന്താ സംഭവിച്ചത്? ഇനി ചെക്കോർദയും അദ്ദേഹത്തിൻ്റെ അനുജൻ്റെ മകനായിട്ടുള്ള അങ്കുങ്മാസും അവർ ഒരു മണ്ഡപപുരയുണ്ട്, അതിൻ്റെ മുമ്പിലായിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞപ്പോഴെന്താണ് അവിടെയുള്ള പൂജാരി അവർക്ക് കുറച്ച് പുണ്യാഹം കുടഞ്ഞു കൊടുത്തു. പിന്നെ തീർത്ഥജലം കുടിക്കാനും കൊടുത്തു. ഇതൊക്കെ കണ്ടു നിൽക്കുകയാണ് നമ്മുടെ SK. അതിനുശേഷം ഇത്തരത്തിൽ കാര്യം നടന്നപ്പോൾ ചെക്കോർദയും അങ്കുങ്മാസും അവിടെ എന്താണ് പുരോഹിതന്മാരുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ആലോചിക്കാനായിട്ട് പോയി. നമ്മുടെ SK ഇപ്പോൾ അവിടെ ആ ഒരു അമ്പലമുറ്റത്താണ് ഇപ്പോൾ ഉള്ളത്. ആ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഗ്യാമലിൻ വാദ്യക്കാർ ഇടയ്ക്കിടെ സംഗീതം മുഴക്കിക്കൊണ്ടിരുന്നു. പുരംബഗാജിയിലെ വാർഷികോത്സവത്തിനു പല കലാപരിപാടികളും ഏർപ്പാട് ചെയ്തിരുന്നുവെങ്കിലും മഴ കാരണം ഒന്നും നടക്കുകയുണ്ടായില്ല. അകലെ ഒരു ഗ്രാമത്തിൽ നിന്നൊരു നൃത്തസംഘം വരാമെന്നേറ്റിരുന്നു. പക്ഷേ വൈകുന്നേരത്തെ ഘോരമാരികൊണ്ട് അവർക്കും പുറപ്പെടാൻ സാധിച്ചില്ലെന്ന് പിന്നീട് അറിവ് കിട്ടി. അമ്പലത്തിൽ അപ്പക്കാഴ്ചകളുടെ വരവ് നിലച്ചിരുന്നു. അടുക്കി വെച്ച അപ്പത്തട്ടുകൾ അമ്പലമുറ്റത്തിൻ്റെ 3 ഭാഗത്തും നവരത്നഖചിതമായ മതിലുകൾ പോലെ പൊങ്ങി നിൽക്കുന്ന കാഴ്ച
മറക്കാൻ കഴിയുകയില്ല. ദൂരെയുള്ള ഗ്രാമത്തിൽ നിന്ന് വന്ന അതിഥി കുടുംബങ്ങൾ അമ്പലമുറ്റത്തിന്റെ ഒരു വശത്തുള്ള കുത്തുപുരയിൽ ഓല തടുക്കുകളും പാഴകളും നിവർത്തിയിട്ട് രാത്രി കഴിക്കാൻ ഒരുക്കുകൂട്ടുന്നു. ഊട്ടുപുരയിൽ നിന്ന് പെണ്ണുങ്ങൾ അരിയെടുക്കുകയും മസാല പൊടിക്കുകയും നാളികേരം അരയ്ക്കുകയും മറ്റും ചെയ്യുന്നതിൻ്റെ ഒച്ചപ്പാടുകൾ കേൾക്കുന്നു. അപ്പോൾ എന്താണ്, നമ്മളിവിടെ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ചെണ്ടം കേൾക്കൂലേ. അപ്പോൾ ഇവിടെ ഗ്യാമലിൻ വാദ്യക്കാരാണ് ഉണ്ടാകുന്നത് ബാലിയിൽ, ക്ഷേത്രങ്ങളിൽ. അപ്പോൾ ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഗീതം വായിക്കുന്നുണ്ട്. കൂടാതെ എന്താണ്, ഒരു നൃത്ത സംഘം വരാമെന്ന് ഏറ്റിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പേമാരി കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു മഴ കൊണ്ട് അവർക്ക് എത്താൻ സാധിച്ചിട്ടില്ലെന്ന് പിന്നീട് മനസ്സിലാവുകയാണ് ചെയ്യുന്നത്. കൂടാതെ നേരത്തെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന അപ്പം ഉണ്ടല്ലോ, നൈവേദ്യം, അതൊക്കെ ഇപ്പം ഒരു സ്ഥലത്ത് നല്ല രീതിയിൽ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. അത് എന്താണ്, ഒരു രത്നം പോലെയാണത്. പെട്ടെന്ന് ആ ഒരു രത്നത്തിൻ്റെ മതിലുകൾ പോലെയാണ് അവിടെ എസ്കേക്ക് തോന്നുന്നത്. ഇനി നമ്മുടെ ഊട്ടുപുരയിലാണെങ്കിൽ സദ്യക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സ്ത്രീകൾ അവരുടെ ഒച്ചപ്പാട് കൂടെ കേൾക്കുന്നുണ്ടെന്ന് പറയുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ടോർച്ചും കയ്യിലെടുത്ത് മെല്ലെ ക്ഷേത്രത്തിന്റെ പാർശ്വധാരത്തിലൂടെ പുറത്തെ വയലിലേക്ക് കടന്നു. അല്പം അകലെയുള്ള ചന്തയിലേക്കാണ് പുറപ്പെട്ടത്. അതൊരു കുറുക്കു വഴിയാണ്, കൂരാക്കിരുട്ട്. ചെളിയും ചണ്ടിയും നിറഞ്ഞ ഒരു വയൽമൂലയാണത്. തെങ്ങിൻ തടി കൊണ്ട് പാലമിട്ട ഒരു ചെറിയ തോടും കടക്കാനുണ്ട്. ഇരുട്ടിൽ ചില പെണ്ണുങ്ങൾ ആ കുറുക്കു പാതയിലൂടെ വരുന്നുണ്ടായിരുന്നു. ചന്തയിലെ വിളക്കുകൾ ലക്ഷ്യമാക്കിക്കൊണ്ട് നടക്കുന്നത് തന്നെ വഴിയെന്ന് സങ്കല്പിച്ച് ഒരു വിധത്തിൽ ഞാൻ ചന്ത സ്ഥലത്ത് എത്തിച്ചേർന്നു. ചന്തപ്പറമ്പിലെ സമ്മിശ്ര ശബ്ദങ്ങൾ എന്നെ വശീകരിച്ചു. യന്ത്രയുഴിഞ്ഞാലിന്റെ തേങ്ങിക്കരച്ചിൽ, വാണിഭക്കാരുടെ മണികിലുക്കങ്ങൾ, പിള്ളേരുടെ ഓലപ്പീപ്പി വിളി, ഇടയ്ക്കു കുട്ടികളുടെ നിലവിളി, മൃദുലങ്ങളും രൂക്ഷങ്ങളുമായ സംഭാഷണങ്ങൾ, പൊട്ടിച്ചിരികൾ, കൂക്കുവിളികൾ, ഇവയെല്ലാം കൂടിക്കലർന്ന ഒരു ഓർക്കസ്ട്ര ഗ്രാമക്കാർ മുഴുവനും ഈ ഉത്സവരാത്രി സ്വതന്ത്രമായ ഉല്ലാസങ്ങൾക്കായി ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പം എന്താണ് പിന്നീട് നടക്കുന്നത്, അതായത് ഈ ഒരു ക്ഷേത്രത്തിന് പുറത്തേക്കായിട്ട് ചന്തയിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു എസ്കേ പോവുകയാണ്. അപ്പോൾ ആ ഒരു കുറുക്ക് വഴിയുണ്ട്, കുറുക്ക് വഴി കൂടെയാണ് പോകുന്നത്. അതിലൂടെ കുറച്ച് സ്ത്രീകൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പം ചന്ത പ്രത്യേകിച്ച് ആ ഒരു സ്ഥലം അറിയില്ലെങ്കിൽ കൂടെ കുറുക്ക് വഴിയിലൂടെ പോവുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ആ ഒരു ചന്തപ്പറമ്പിൽ എത്തിയപ്പോഴെന്താണ്, എല്ലാവർക്കും അറിയില്ലേ ചന്തയിൽ എത്തിയാലുള്ള അവസ്ഥ, പല രീതിയിലുള്ള ശബ്ദങ്ങളും കാര്യങ്ങളും കേൾക്കാം നമുക്ക് അല്ലേ. പിള്ളേരുടെ കരച്ചിലുകളായാലും പിന്നെ അവിടെ ഉണ്ടാവുന്ന വിൽക്കാൻ വെച്ചിരിക്കുന്ന പല കളിപ്പാട്ടങ്ങളുടെയും മറ്റുമൊക്കെ മണികിലുക്കങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാം അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ശബ്ദങ്ങളും ഇവിടെ നമ്മുടെ എസ്കേ കേൾക്കുന്നുണ്ടായി. പനയോലയും മുളയും കൊണ്ടു കെട്ടിയുണ്ടാക്കിയ പന്തൽപ്പുരകളും ഓലമേഞ്ഞ കുട്ടിപ്പുരകളും 1-2 നെടുംപുരകളും ആ വയലിൽ പൊങ്ങിക്കാണുന്നു. തുറന്ന സ്ഥലത്ത് മേശകളും ബെഞ്ചുകളും നിരത്തി ചെറു കച്ചവടം നടത്തുന്നവരും ഇവിടെയുണ്ട്. അടുത്തൊരു കടയിൽ നിന്ന് വെളിച്ചെണ്ണയിൽ അപ്പം വറുക്കുന്ന മണം പൊങ്ങുന്നു. പെട്ടെന്ന് അനുഭവപ്പെടുന്ന ചില പ്രത്യേക ഗന്ധങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചില ബാല്യകാല രംഗങ്ങളെ സ്മരണയിലേക്ക് ആവാഹിച്ചു കൊണ്ടുവരുന്നു. ചെറുപ്പകാലത്ത് കോഴിക്കോട്ടെ ഉൾനാടൻ കാവുകളിൽ തിറയടിയന്തരങ്ങൾ കാണാൻ പോയി രാത്രി മുഴുവനും ഉറക്കമിളച്ച് ചന്തസ്ഥലത്ത് അലഞ്ഞു തിരിഞ്ഞു കഴിച്ചു കൂട്ടിയതിൻ്റെയും അന്നത്തെ നേരം പോക്കുകളുടെയും സ്മരണകൾ ഇന്നിതാ ബാലിയിലെ ബാൻറ്റുയും ഗ്രാമമൂലയിലെ ഉത്സവ ചന്തയിൽ ഒരു തള്ള അപ്പത്തിൻ്റെ ചൂടുള്ള ഗന്ധത്തിലൂടെ എന്നെ പിന്തുടർന്നു വരുന്നു. ആണും പെണ്ണും പ്രായഭേദമില്ലാതെ ഒറ്റയെയും കൂട്ടമായും ചന്തസ്ഥലത്ത് അലഞ്ഞു തിരിയുന്നു. ചിലർ ചായക്കടയുടെ മുൻപിൽ തങ്ങി നിൽക്കുന്നു. അവിടെ ഒരു മേശയ്ക്ക് താഴെ അപ്പം ചുടുന്ന അടുപ്പ് ജ്വലിക്കുന്നു. അടുത്ത അരിമാവ് കുഴച്ചു വെച്ച പുത്തൻ കലവും കാണുന്നു. മേശപ്പുറത്ത് വെച്ച പാട്ടവിളക്കിൻ്റെ ചുവപ്പുരാശി കലർന്ന മഞ്ഞപ്രകാശത്തിൽ നെയ്യപ്പവും അടയും പുഴുങ്ങിയ കിഴങ്ങും വാഴയിലയിൽ കൂട്ടിവെച്ചിരിക്കുന്നത് കാണാം. അപ്പം എന്താണ് അവിടെ പിന്നീട് നടക്കുന്നത്? ഇനി കുറേ അധികം പനയോല കൊണ്ടുണ്ടാക്കി അല്ലെങ്കിൽ മുള കൊണ്ടുണ്ടാക്കിയൊക്കെ പന്തൽപ്പുരകളൊക്കെ നമുക്ക് കാണാം അല്ലേ അവിടെ വെച്ചിട്ട്. ഇനി അവിടെയാണെങ്കിൽ എന്താണ് അപ്പം വറുക്കുന്ന മണം നമുക്ക് അവിടെ കടയിൽ അല്ലേ. നമ്മുടെ നാട്ടിലാണെങ്കിലും ഈ ഒരു ഉത്സവപ്പറമ്പിൽ പലതരം ജിലേബി കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇപ്പം കൂടുതലായിട്ടും ഇപ്പം വരുന്നത് കോളിഫ്ലവർ പൊരിച്ചത്, അങ്ങനെ മുളക് ബജി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ അപ്പം വറുക്കുന്ന മണമാണ് മണമാണ് അനുഭവിക്കാൻ കഴിയുന്നത്. ഇനി കൂടാതെ കുറച്ചധികം പ്രത്യേക ഗന്ധങ്ങളും ഇയാൾക്ക് അല്ലെങ്കിൽ എസ്കേക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എന്താണ് അവിടെ സ്മരണയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിക്കുന്നത്? അതായത് ചെറുപ്പകാലത്തെ കോഴിക്കോട്ടെ ഈ ഒരു കാവുകളിൽ നടത്തുന്ന ആ ഒരു ടൈമിലുണ്ടായിരുന്ന ആ ഒരു സ്മൃതിയിലേക്ക് അദ്ദേഹത്തെ വഴുതി പോവുകയാണ് ആ ഒരു സ്മെല്ല്. ഓക്കെ, ഇനി
ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും അവിടെ എന്താണ് പ്രായഭേദമില്ലാതെ ആ ഒരു ചന്ത സ്ഥലത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നെന്നും കൂടെ പറയുന്നുണ്ട്. പാലൊഴിക്കാത്ത ചായത്തണ്ണിയാണ് ഇവരുടെ പാനീയം. ചായക്കുള്ള വെള്ളം അടുത്ത് തന്നെ ഒരു സമോവറിൽ തിളച്ചു മറിയുന്നു. പച്ച നിറത്തിലുള്ള സാരവും തുണിയുടുത്ത് തലയിൽ ഒരു വെള്ള ഉറുമാലും ചുറ്റിക്കെട്ടി ഒരു മധ്യവയസ്ക ധൃതിയിൽ ചായ പകർന്നു കൊടുക്കുന്നു. പെട്ടെന്ന് ഒരു കാറ്റും മഴയും വന്നു. അപ്പോഴുണ്ടായ ബഹളവും ശബ്ദ കോലാഹലങ്ങളും വർണ്ണിക്കാൻ വയ്യ. കാറ്റ് വീശിയപ്പോൾ പാട്ടവിളക്കുകൾ മിക്കതും കെട്ടു. അപ്പം എന്താണ്, നമ്മൾ കഴിക്കുന്ന പോലെ പാലൊഴിച്ചിട്ടുള്ള ചായ അല്ല അവർക്കുള്ളത്, അത് പാല് ഇല്ലാത്ത ചായയാണ് കേട്ടോ ഇവർ ഉപയോഗിക്കുന്നത്. കൂടാതെ പെട്ടെന്ന് ഒരു കാറ്റും മഴയും വന്നെന്നാണ് ഇവിടെ പറയുന്നത്. പല മൂലകളിലും കൂറ്റിരുട്ട് തന്നെ. തുറന്ന സ്ഥലത്തെ കച്ചവടക്കാർ സാമാനങ്ങൾ വാരിയെടുത്ത് നെടുമ്പുരകൾക്കുള്ളിൽ അഭയം പ്രാപിച്ചു. ഇരുട്ടിൽ നിന്ന് തവള കരയും പോലെയും പൂച്ച കരയും പോലെയുമുള്ള ചില സ്ത്രീ ശബ്ദങ്ങൾ പൊങ്ങുന്നു. ആ ഇരുട്ടിൽ എന്തൊക്കെയോ ഉരസലുകൾ നടക്കുന്നുണ്ടാവണം. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മഴ വന്ന വഴിക്ക് തന്നെ പോയി. ബാലിയിലെ മഴയും ബാലിപ്പെണ്ണിൻ്റെ മനസ്സും ഒരുപോലെയാണെന്ന് പറയാറുണ്ട്. അപ്പോൾ എന്താണ്, ഈ ഒരു യാത്രാ വിവരണക്കുറിപ്പിൻ്റെ അവസാന ഭാഗത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പം ഇവിടെ ആ ഒരു ചന്തയിൽ എന്താണ് പെട്ടെന്ന് കാറ്റ് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ എന്താണ് എല്ലാ വിളക്കുകളും പാട്ടവിളക്കുകളും കെട്ട് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും കൂറ്റിരുട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ അവിടെ ആ ഒരു ഇരുട്ടിൽ കുറേ നല്ല രീതിയിലുള്ള കരച്ചിലും ഇതൊക്കെ വരുന്നുണ്ട് അല്ലേ, സ്ത്രീ ശബ്ദങ്ങളിലൊക്കെ. അപ്പോൾ എന്താണ് എല്ലാവരും എന്താണ് വഴി കാണാതെ നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ ഇതും പറഞ്ഞിട്ടാണ് നമ്മുടെ അവസാന ഭാഗം, നമ്മുടെ ചാപ്റ്ററിൻ്റെ അവസാന എൻഡിങ് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു എന്താണ് ഉൾനാട്ടിലെ ഉത്സവം എന്ന് പറയുന്ന എസ്.കെ. പൊറ്റക്കാടിൻ്റെ യാത്രാ വിവരണം വരുന്നത്. അപ്പം ആലോചിക്കുക, ബാലിദ്വീപിലാണ് വരുന്നത്. ബാൻറ്റുയാങ് എന്ന ഗ്രാമത്തിലെ ഉത്സവ കാഴ്ചയാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. കഥ എല്ലാവർക്കും ഇപ്പം മൈൻഡിലുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് കുറച്ചധികം ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഇവിടുന്ന് പരിചയപ്പെടാം കേട്ടോ. ഒരു ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമുക്ക് നോക്കാം. പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും, കാരണം നമുക്ക് ഈ ഒരു കഥ നന്നായിട്ട് അറിയാമല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കുന്നത്, അതായത് ഗ്രാമം എന്ന അർത്ഥം വരുന്ന പദം ഏത്? അപ്പം ഈ ഒരു കഥ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു ഗ്രാമം എന്ന അർത്ഥം വരുന്ന പദം, അതായത് ബാഞ്ചാറാണ് അല്ലേ. ഇവിടെ ബാൻറ്റുയൂങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതൊരു ഗ്രാമമാണ് അല്ലേ. ഗ്രാമത്തിൻ്റെ പേരാണ് ബാൻറ്റുയൂങ്. അത് 4 ഗ്രാമങ്ങൾ കൂടിയിട്ടാണ് ഉബൂദ് വരുന്നത്. പിന്നെ സാമ്പാൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഗ്രാമമാണ്. അപ്പോൾ ഇതിൽ ഗ്രാമം എന്ന് അർത്ഥം വരുന്ന പദം വരുന്നത് ബാഞ്ചാറാണ്. ആൻസർ ബാഞ്ചാറാണ് കേട്ടോ വരുന്നത്. ഇനി 2, വെള്ളത്തിൻ്റെ ഗ്ലാഗ്ല നാദവും തവളക്കുഞ്ഞുങ്ങളുടെയും മണ്ണട്ടകളുടെയും കൂട്ടക്കരച്ചിലും ലേഖകൻ്റെ കാതിൽ കിക്ലി ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സ്വതേ അവ കിക്ലി ഉണ്ടാക്കുന്ന ശബ്ദങ്ങളാണ്, അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ വരുന്നത് കേരള ഗ്രാമങ്ങളിലെ പാടങ്ങളിൽ നിന്ന് കേൾക്കുന്ന അതേ ശബ്ദങ്ങളാണ് അവ. 3 എന്ന് വരുന്നത് കാതുകൾക്ക് അത്തരം ശബ്ദങ്ങൾ കേട്ടാൽ കിക്ലി ഉണ്ടാകുന്ന പ്രത്യേകതയുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ഏതാണ്, ഈ ഒരു കഥ അറിഞ്ഞിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിന് ഇത് ഇവിടുന്ന് പിക്കൗട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതായത് എന്താണ്, കേരള ഗ്രാമങ്ങളിലെ പാടങ്ങളിൽ നിന്ന് കേൾക്കുന്ന അതേ ശബ്ദങ്ങളാണവ. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു 3rd or 4th പാരഗ്രാഫിൻ്റെ ആ ഒരു ടൈമിലാണെന്ന് തോന്നുന്നു അല്ലേ. ഗ്ലാഗ്ല നാദം പറയുന്നത് തവളക്കുഞ്ഞുങ്ങളുടെ ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ കേരളത്തോട് അദ്ദേഹം, കേരളത്തിലെ നെൽവയലുകളോട് അദ്ദേഹം കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ 2 ആണ് വരുന്നത്. ഇനി 3ാമത് വരുന്നത്, ഞാൻ കോഴിക്കോട്ടെ ചേവായൂരിലാണോ എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് സംശയിച്ചു പോയി. അങ്ങനെ സംശയിക്കാൻ കാരണം എന്തെന്നാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, നോക്കാം. ഇടയ്ക്ക് സ്വന്തം നാടിനെ കുറിച്ചുള്ള ഓർമ്മ വന്നുപോയി. 2ാമത് വരുന്നത്, പച്ച നെൽപ്പാടങ്ങളും കുന്നിൻ ചെരുവുകളും കുണ്ടനിടവഴികളും കലർന്ന ആ ഗ്രാമപ്രദേശത്തിന് ചേവായൂരിൻ്റെ ഭൂപ്രകൃതിയായിരുന്നു. പിന്നെ എന്താ വരുന്നത്, ചേവായൂരിൻ്റെ ഗ്രാമഭംഗി അത്ര ഹൃദയസ്പൃക്കമാണെന്നാണ്. എന്താണ് അതിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ളത് വരുന്നത്, അതായത് 2ാമത്തെ ആൻസർ തന്നെ അല്ലേ. അതായത് ആ ഒരു പച്ച നെൽപ്പാടങ്ങളും കുന്നിൻ ചെരുവുകളും ഒക്കെ എന്താണ്, ചേവായൂരിൻ്റെ ഭൂപ്രകൃതിയെ കുറിച്ചിട്ടായിരുന്നു. അപ്പം എന്താണ് എസ്.കെയുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ ആൻസർ 2 ആണ് കേട്ടോ. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മുള്ളു മുരട് മൂർഖൻ പാമ്പ് എന്ന പ്രയോഗത്തിന് ഉദ്ധരണി ചിഹ്നം കൊടുത്തിരിക്കുന്നത് എന്തിനായിരിക്കും? 1, അവിടുത്തെ ഇടവഴികളുടെ സവിശേഷത എടുത്തു കാട്ടാൻ. 2 വരുന്നത്, അത് മറ്റൊരു ഗ്രന്ഥത്തിലെ പ്രയോഗമാകയാൽ.
3 വരുന്നത് ഇടവഴികളിലുള്ള പ്രധാന ദുർഘടങ്ങൾ എടുത്തു കാട്ടാൻ. അപ്പോൾ ഇതിൽ ഏതാണ് ഈ ഒരു ഉദ്ധരണി ചിഹ്നം കൊടുക്കാൻ കാരണം അല്ലേ? ഉദാഹരണമായിട്ട് ലൈക്ക് ഇങ്ങനെയാണെന്ന് പറയാൻ കാരണം എന്താണ്? അതൊരു മറ്റൊരു ഗ്രന്ഥത്തിലെ പ്രയോഗമാണ് അല്ലേ? മറ്റൊരു ബുക്കിൽ അത് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളതിന് ഉദ്ധരണി ചിഹ്നം കൊടുത്തിരിക്കുന്നത്, കോട്സിലായിട്ട് വരുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ആൻസർ 2 ആണ്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കുന്നും ഇടവഴികളും കടന്ന് ഞങ്ങളുടെ പാത ഒരു വയൽ സാമ്രാജ്യത്തിൻ്റെ മൂലയിലേക്ക് വഴുതി വീണു. ഈ പ്രയോഗത്തിന് അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം വരുന്നതെന്നാണ്. ഫസ്റ്റ് വരുന്നത് വഴി വഴുക്കലും ഉള്ളതാണ്. രണ്ടാമത് വരുന്നത് പാതയിൽ നിന്ന് വയലിലേക്ക് കുത്തനെ ഇറക്കമാണ്. മൂന്നാമത് വരുന്നത് സമീപത്ത് വയലുണ്ടാവുമെന്ന് ആ പാതയിലൂടെ നടക്കുമ്പോൾ കരുതിയിരുന്നില്ല എന്നതാണ്. അപ്പോൾ ഇതിൽ ഏതാണ് ക്വസ്റ്റ്യൻസിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആ ഒരു, അല്ലെങ്കിൽ കുന്നും ഇടവഴികളും കടന്ന് ഞങ്ങളുടെ പാത ഒരു വയൽ സാമ്രാജ്യത്തിൻ്റെ മൂലയിലേക്ക് വഴുതി വീണു എന്ന് പറയുന്നത്? അപ്പോൾ ഇതിലേതാണ്? അപ്പോൾ അത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ സമീപത്ത് വയലുണ്ടാകും അല്ലേ? നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊന്നിലേക്ക് വഴുതി വീഴുകയാണല്ലേ ചെയ്യുന്നത്. അപ്പം എന്താണ് ഇവർ അവിടെ ഉണ്ടാവുന്നത്? സമീപത്ത് വയലുണ്ടാവുമെന്ന് ആ പാതയിലൂടെ നടക്കുമ്പോൾ കരുതിയിരുന്നില്ല എന്നാണ്. അതുവരെ കുന്നും ഇടവഴിയും ഒക്കെയാണല്ലേ. പിന്നീട് ഒരു വയലുണ്ടാവുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 5ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ 3 ആണ് വരുന്നത്. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ചന്തയിലെ ശബ്ദ കോലാഹലങ്ങൾക്കിടയിലൂടെ ക്ഷേത്രത്തിൽ നിന്ന് ഗ്യാമലിൻ വാദ്യ സംഗീത തരംഗങ്ങൾ ഞങ്ങളെ സ്വാഗതം ചെയ്തു. ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം എന്താണെന്നാണ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ചന്തയിലെ ശബ്ദ കോലാഹലങ്ങൾക്കിടയിലും ഗ്യാമലിൻ വാദ്യ സംഗീതം ഉയർന്നു കേട്ടു. 2 വരുന്നത് ചന്തയിലെ ശബ്ദ കോലാഹലവും ക്ഷേത്രത്തിലെ ഗ്യാമലിൻ വാദ്യ സംഗീതവും ഒന്നുപോലെ കേൾക്കാൻ കഴിഞ്ഞു. 3 ഗ്യാമലിൻ വാദ്യ സംഗീതമാണ് അതിഥികളെ സ്വാഗതം ചെയ്യാൻ ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഡൗട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലേ? ഇതുവരെ വായിച്ചില്ലേ? നിങ്ങൾക്ക് തോന്നാം ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ എന്നതിലേക്ക് ഒരു ഡൗട്ട് വരാം. പക്ഷേ ഇതിൽ ശരിയായിട്ടുള്ള ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്തയിലെ ശബ്ദ കോലാഹലങ്ങൾക്കിടയിലും, അതായത് അത്രയും ഭയങ്കരമായിട്ടുള്ള ശബ്ദങ്ങൾ ഉണ്ടായിട്ട് പോലും എന്താണ്, ഗ്യാമലിൻ വാദ്യ സംഗീതം അതിനേക്കാൾ ഉച്ചത്തിലുണ്ടായിരുന്നതായിരുന്നു. അപ്പോൾ അത് അത്രയും നല്ലതായിരുന്നു എന്നുള്ളതാണ് ധ്വനി ഇവിടെ ഉദാഹരിക്കുന്നത്. അപ്പം 6ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ 1 ആണ്, ഫസ്റ്റ് ഓപ്ഷനാണ് വരുന്നത്. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. താഴെ പറയുന്നവയിൽ ഒരെണ്ണം കേരളത്തിലേതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഏത്? 1 മഴ, 2 മതിലുകൾ, 3 ചൂട്ട്, 4 ചുറ്റമ്പലങ്ങൾ. അപ്പോൾ ഇത് താഴെ പറയുന്ന കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായത് എന്താണ്? അത് ചുറ്റമ്പലങ്ങളാണ്. മഴ അതേപോലെ തന്നെ ഉണ്ട്, കേരളത്തിലെ കർക്കിടക മഴ പോലെ ഉണ്ടെന്ന് SK പറഞ്ഞിട്ടുണ്ട്. ഇനി മതിലുകളൊക്കെ ആ ഒരു രീതിയിലൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അര മതിൽ, പിന്നെ എന്താണ് കുമ്മായം, ആ ഒരു രീതിയിലുള്ള മണൽ തിട്ടകൾ കൊണ്ട് നിർമ്മിച്ചിട്ട മതിലുകൾ. പിന്നെ ചൂട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ശൂണ്ടേന്നാണ് അവർ പറയുന്നത് അല്ലേ? അതും ഈ ഒരു നമ്മളുടെ കേരളത്തിലെ ചൂട്ട് പോലെ അതിൻ്റെ റിസംബ്ലൻസ് തന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ചുറ്റമ്പലങ്ങൾ അതിൽ നിന്ന് വ്യത്യാസമാണ്. അതിൻ്റെ ആർക്കിടെക്ചർ വേറെ തന്നെയാണ് കേട്ടോ വന്നത്. അതിൻ്റെ ആൻസർ 4 ആണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് 4th ഓപ്ഷനാണ്. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ നമ്മുടെ ഭാഷയോട് തീരെ ബന്ധമില്ലാത്ത പദം ഏത്? അപ്പം 1 വരുന്നത് വരിങ്കൻ, 2 സാവ, 3 ഷൂണ്ടേ, 4 അരാക്ക്. അപ്പോൾ ഇതിൽ നിന്ന് തീരെ ബന്ധമില്ലാത്തത്, ഇതിനെക്കുറിച്ച് നമ്മൾ നല്ല രീതിയിൽ ആ ഒരു ഇതിൽ പറയുന്നില്ല, എന്നാലും ഇതിൻ്റെ ആൻസർ വരുന്ന വരിങ്കൻ എന്നാണ്, സാവ എന്നാണ് കേട്ടോ. ഇനി 9ാമത് വരുന്നത് ബാലിയിലെ പറമ്പുകളുടെ ആകൃതിയും പ്രകൃതിയും സസ്യങ്ങളുടെ സുപരിചിതവും പൊറ്റക്കാട്ടിനെ ആശ്ചര്യഭരിതനാക്കി തീർത്തു. ഈ ആശ്ചര്യം അദ്ദേഹം വ്യക്തമാക്കുന്ന വാക്യം ഏത് എന്നാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് 9ാമത്തെ ആൻസർ വരുന്നത്? ആ തൊടികൾ കേരളത്തിൽ നിന്ന് അങ്ങനെ തന്നെ അടർത്തി കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിച്ചതാണെന്നേ തോന്നും. ഇതാണ് ആ വരികൾ കേട്ടോ. ഓക്കെ, ഇനി 10th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മേരുക്കൾ എന്നാൽ എന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മേരുക്കൾ എന്നാൽ എന്താണ്? നമ്മൾ ആ ഒരു യാത്രാവിവരണം വായിച്ചപ്പം അതിലുണ്ടായിരുന്നു അല്ലേ? പിതൃക്കൾക്ക് സങ്കല്പിച്ച് വെച്ചിരിക്കുന്ന പൊക്കമുള്ള ഓലപ്പുരകളെയാണ് നമ്മൾ മേരുക്കൾ എന്ന് പറയുന്നത് അല്ലേ? അപ്പം അതിൻ്റെ മേലോട്ട് ഇങ്ങനെ ചെല്ലും തോറും അതിൻ്റെ വ്യാസം എങ്ങനെയാണ്? ചുരുങ്ങിയാണ് പോകുന്നത്. ലൈക്ക് നിങ്ങളിപ്പം ഈ ഒരു തായ്ലൻഡ് അല്ലെങ്കിൽ അവിടുത്തെ ടെമ്പിൾസിൻ്റെ എല്ലാം ആർക്കിടെക്ചർ കണ്ടിട്ടില്ലേ? ചൈനീസ് ടെമ്പിൾസ് ഒക്കെ ആയിരുന്നു ഒരു ത്രികോണം ആ ഒരു രീതിയിലേക്കായിട്ട് ഇങ്ങനെ
ഒരു മേൽത്തട്ട് ഇങ്ങനെ ചുരുങ്ങിയ രീതിയിലേക്കാണ് വരുന്നത്. അപ്പം ആ ഒരു ആർക്കിടെക്ചറാണ് ഇവിടെയും കാണിക്കുന്നത്. തട്ടുകളായിട്ട് കെട്ടിപ്പൊക്കിയ മേൽക്കൂരകളാണ് ഈ ഒരു മേരുക്കളുടെ പ്രത്യേകതയായിട്ട് വരുന്നത്. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ ചൂട്ടിൻ്റെ ഏട്ടനാണ് ബാലിക്കാരുടെ ശൂണ്ടെ. ഈ ആശയം ലേഖകൻ വ്യക്തമാക്കുന്നത് എങ്ങനെയെന്നാണ്. അതായത് എന്താണ്, ചേവായൂരിലെ രാരുനായരുടെ കടയിൽ വിൽക്കാൻ വെച്ച അതേ ചൂട്ട് തന്നെ എന്ന പ്രയോഗം കൊണ്ടാണ് നമ്മുടെ ചൂട്ടിൻ്റെ ഏട്ടനാണ് ബാലിക്കാരുടെ ശൂണ്ടെ എന്ന ആശയം ഇവിടെ വ്യക്തമാക്കുന്നത് അല്ലേ. അപ്പോൾ അതാണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഭൂപ്രകൃതിയിൽ കേരളത്തോട് സാദൃശ്യം വഹിക്കുന്നു ബാലിദ്വീപ് വിശദീകരിക്കുക. അപ്പം കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിൽ എഴുതാൻ പറ്റുമോ അല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് മഴ നമ്മുടെ കേരളത്തിലെ കർക്കിടക മഴ പോലെ തന്നെ ഉണ്ട് ഇവിടത്തെയും. പിന്നെ എന്താണ്, ഭൂപ്രകൃതിയാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്, മഴയല്ല. അപ്പം ഭൂപ്രകൃതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, തെങ്ങും കവുങ്ങും മാവും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അവിടെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. ആകെ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, മാംഗോസ്റ്റിന് വരുന്നതേ ഉള്ളൂ അല്ലേ. ബാക്കിയെല്ലാം കേരളത്തിൻ്റെ അതേ ഭൂപ്രകൃതി തന്നെയാണ് ബാലിദ്വീപിലും എന്നാണ് പറയുന്നത്. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. താഴെ പറയുന്ന അർത്ഥങ്ങൾ വരുന്ന പദങ്ങൾ പാഠപുസ്തകത്തിൽ നിന്ന് കണ്ടെത്തി എഴുതുക എന്നാണ്. ഒന്ന് വരുന്നത് ഫസ്റ്റ് ഇതിൻ്റെ ഒക്കെ അർത്ഥം കണ്ടുപിടിക്കാനാണ് കേട്ടോ. ഇറയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കോലായയാണ് അല്ലേ നമ്മൾ ഇറയം എന്ന് പറയുന്നത്. ഇനി ദേവാലയത്തെ നമ്മൾ എന്ത് പറയും, ക്ഷേത്രം എന്നാണ് പറയുന്നത്. ഇനി പട്ടിനെ നമ്മൾ വില്ലീസ് എന്ന് പറയും കേട്ടോ. ഓർമ്മകളെ സ്മരണ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു യാത്രാ വിവരണക്കുറിപ്പ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ടൊന്ന് ക്ലാസ് കേൾക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഒന്ന് മനസ്സിലാക്കി വെക്കാം. അത് ഫൈനൽ എക്സാമിന് നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ സഹായിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.